അഭിമാനകരമായ നേട്ടത്തിന്റെ ചരിത്ര മുഹൂർത്തമെന്ന് മുഖ്യമന്ത്രി ഇന്ന് പ്രത്യേകമായി കൂടി സഭാ സമ്മേളനത്തിൽ വലിയ പ്രഖ്യാപനം നടത്തി. എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് മുഖ്യൻ നടത്തിയ പ്രഖ്യാപനത്തെ അതേ സഭയിൽ നിന്നുകൊണ്ട് തന്നെ പൊളിച്ചെടുക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെയാണ് നമുക്കിന്ന് കാണാൻ സാധിച്ചത്. ഇന്ന് നവംബർ 1 കേരളം 69ാമത് കേരള പിറവി ആഘോഷിക്കുകയാണ്. അവിടെയാണ് ശുദ്ധ തട്ടിപ്പിന്റെ നുണക്കഥ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി പറയുന്നത്. തീർച്ചയായിട്ടും കേരളം അതിദാരിദ്ര്യമുക്തമായി മാറിയ സംസ്ഥാനമെന്നാണ് മുഖ്യൻ പറഞ്ഞ അഭിമാനകരമായ നേട്ടം. ഒന്നോർക്കണം, തിരുവനന്തപുരത്ത് ഒരു സ്ത്രീ പട്ടിണി മൂലം മരണപ്പെട്ട വാർത്ത വന്നത് ഇന്നാണ്. മറ്റൊരു കാര്യം കൂടി ഓർക്കണം, തിരുവനന്തപുരം എന്നത് മുഖ്യന്റെ മൂക്കിന് തുമ്പിലുള്ള ഒരു സംസ്ഥാനമാണ്. കൃത്യമായി പറഞ്ഞാൽ കേരളത്തെ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന സർക്കാർ പ്രത്യേക നിയമസഭാ സമ്മേളനം വരെ വിളിച്ചുകൂട്ടിയത്. പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ചാണ് സഭയിലെത്തിയത്. ആദ്യം സംസാരിച്ച തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഇത് സംബന്ധിച്ച് ആമുഖ പ്രഭാഷണം നടത്തി. എന്നാൽ തുടർന്ന് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു. ശുദ്ധ തട്ടിപ്പാണിതെന്ന് സഭയിൽ വിളിച്ചു പറഞ്ഞ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് വേണ്ടി ചട്ടം ലംഘിച്ചുവെന്നും ഇടം വലം നോക്കാതെ പറയുന്നുണ്ട്. ഇതെല്ലാം നടക്കുമ്പോഴും ഒരക്ഷരം ഉരിയാടാതെ സഭയിൽ മുഖം കുനിച്ചിരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ ദൃശ്യ മാധ്യമങ്ങളിലടക്കം ഇത് സംബന്ധിച്ച പരസ്യം നൽകിയ സർക്കാർ പിന്നീട് നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർത്തത് എന്തിന്റെ പേരിലാണെന്നും സതീശൻ ചോദിക്കുന്നുണ്ട്. പ്രതിപക്ഷം ഒരു കാര്യം നിയമസഭയിൽ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, കഴിഞ്ഞ സഭാ സമ്മേളനം തുടങ്ങി ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും ദേവസ്വം ബോർഡ് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് ഞങ്ങൾ സഭയ്ക്കകത്തും പുറത്തും സമരത്തിലാണ്. അതുകൊണ്ട് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇന്ന് രാവിലെ എല്ലാ പത്രങ്ങളിലും പരസ്യം വന്ന ഒരു കാര്യം, റൂൾ 300 സ്റ്റേറ്റ്മെൻറ്റ് മുഖ്യമന്ത്രിക്ക് അവതരിപ്പിക്കാൻ വേണ്ടി ചട്ടങ്ങൾ ലംഘിച്ച് ഒരു സഭാ സമ്മേളനം കൂടിയാണ്. എന്ത് പ്രസക്തിയാണ് സാറുള്ളത്? മാത്രമല്ല, കേരളം അതീവ ദരിദ്രരഹിത സംസ്ഥാനമാണെന്നുള്ള ശുദ്ധ തട്ടിപ്പാണ് മുഖ്യമന്ത്രി റൂൾ 300 സ്റ്റേറ്റ്മെന്റിലൂടെ കൊടുക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അതിനോട് കൂട്ടുനിൽക്കാൻ ഞങ്ങളില്ല. ഈ സഭയെ അവഹേളിച്ചുകൊണ്ടാണ് ഇന്ന് ഈ റൂൾ 300 രാവിലെ പത്രത്തിൽ വന്ന പരസ്യം മുഖ്യമന്ത്രി റൂൾ 300 വായിക്കുന്നതിൽ എന്ത് പ്രസക്തിയാണ്? ഞങ്ങൾ അതുകൊണ്ട് ഈ സഭാ നടപടികൾ പൂർണ്ണമായി ബഹിഷ്കരിക്കുന്നു. ബഹുമാനപ്പെട്ട സർ, കേരളപ്പിറവി ദിനമാണിന്ന്. കേരളപ്പിറവി ദിനത്തിൽ കേരളം കൈവരിച്ചൊരു ചരിത്ര നേട്ടം അതിൽ അഭിമാനിക്കുന്നതിന് പകരം അത് സഹിക്കവയ്യാതെ ഇറങ്ങിപ്പോകുന്ന പ്രതിപക്ഷത്തെ ചരിത്രം എക്കാലത്തും വിലയിരുത്തും സർ. ചരിത്രം ഇവരെ കുറ്റക്കാരെന്ന് വിധിക്കും സർ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ചട്ടം 300 പ്രകാരമുള്ള പ്രസ്താവന നടത്താവുന്നതാണ്. സർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞ കാര്യം തീർത്തും അപ്രസക്തമായൊരു കാര്യമാണ്. ഇവിടെ 2025 നവംബർ 1 സംസ്ഥാനം അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ ആ മന്ത്രിസഭാ യോഗ ദിവസം നമ്മുടെ അതിദാരിദ്ര്യ കുടുംബങ്ങളിൽപ്പെട്ട ഒരു കുടുംബമായിരുന്നു അതിദാരിദ്ര്യമുക്തമാകാൻ ബാക്കിയുള്ളത്. മന്ത്രിസഭ കാണുകയാണ് ആ കുടുംബം അതിദാരിദ്ര്യമുക്തമാകുന്ന കാര്യം വെബ്സൈറ്റിൽ വന്നത്. അത് മന്ത്രിസഭാ യോഗത്തിന് ശേഷം പത്രസമ്മേളനം നടത്തുമ്പോൾ ഞാൻ പരസ്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സർ, ഇതൊന്നും ഒരു രഹസ്യമായ കാര്യമല്ല. എന്തിനാണ് പ്രതിപക്ഷം ഇതിനെ ഭയപ്പെടുന്നതെന്നാണ് ഒരു തരത്തിലും മനസ്സിലാകാത്തത്. തിരുവനന്തപുരത്ത് ഒരു സ്ത്രീ പട്ടിണി കൊണ്ട് മരിച്ചു എന്നാണ്, ഒറ്റയ്ക്ക് താമസിക്കുന്നവർ. അവരെ അതീവ ദരിദ്രരുടെ കൂട്ടത്തിൽ പെട്ടില്ലേ ആ സ്ത്രീ? കണ്ടില്ല ഇന്നത്തെ പത്രവാർത്ത? ഇന്നത്തെ വാർത്ത അതാണ്. ഒരു പാവപ്പെട്ട വൃദ്ധയായ സ്ത്രീ കുറേ ദിവസം പട്ടിണി കിടന്ന് മരിച്ചു എന്നാണ്. പട്ടിണി കിടന്ന് ഒരു ഷെഡിൽ മരിച്ചു എന്നുള്ള വാർത്തയാണ് ഇന്ന് വന്നിരിക്കുന്ന വാർത്ത. അവരെ അതീവ ദരിദ്രയല്ലേ? അവർ ഈ ലിസ്റ്റിൽ പെട്ടിട്ടില്ലേ? സർക്കാർ തന്നെ നിയമസഭാ സമ്മേളനം ഒരു പ്രഹസനമാക്കി മാറ്റിയിരിക്കുകയാണ്. കേരളം അതീവ ദരിദ്രരഹിത സംസ്ഥാനമാണെന്ന് പ്രഖ്യാപിക്കുക, നിയമസഭയിൽ ഒരു ചർച്ചയുമില്ലാതെ മുഖ്യമന്ത്രിയുടെ റൂൾ 300 സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ
അദ്ദേഹം അത് വായിക്കും, കേട്ട് നമ്മൾ മടങ്ങി പോരണം. ഒരു ചർച്ചയും ഇല്ലാതെ അതിനുവേണ്ടി മാത്രം ഇന്ന് നിയമസഭ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ലക്ഷങ്ങൾ ചിലവാക്കി. ഈ പറയാൻ പോണ കാര്യങ്ങളെല്ലാം ഇന്നത്തെ മാധ്യമങ്ങളിലെല്ലാം പരസ്യമായിട്ട് വന്നു കഴിഞ്ഞ കാര്യമാണ്. എല്ലാ മാധ്യമങ്ങളിലും കോടികൾ കൊടുത്ത് പരസ്യം കൊടുത്ത കാര്യം വീണ്ടും നിയമസഭാംഗങ്ങളെ 140 പേരെ തിരുവനന്തപുരത്ത് വിളിച്ചു വരുത്തി മുഖ്യമന്ത്രിയുടെ പ്രസ്താവന മാത്രം വായിച്ച് പിരിഞ്ഞു പോകണം. അതുകൊണ്ടാണ് ഞങ്ങൾ ബഹിഷ്കരിച്ചത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ശബരിമലയുമായി ബന്ധപ്പെട്ട് നിയമസഭയ്ക്കകത്തും പുറത്തും ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ നിയമസഭയുമായി സഹകരിക്കുന്നില്ല. മൂന്നാമത്തെ കാര്യം, മുഖ്യമന്ത്രിയുടെ ഈ പ്രഖ്യാപനം എന്ന് പറയുന്നത് ശുദ്ധ വെട്ടിപ്പാണ്. പച്ച നുണകളുടെ സമാഹാരമാണത്. യഥാർത്ഥത്തിൽ ഞങ്ങൾ ഇന്നലെ കൃത്യമായി വ്യക്തമാക്കിയതുപോലെ LDF അധികാരത്തിൽ വരുന്നതിന് മുൻപ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് കേരളത്തിൽ 4.5 ലക്ഷം പരമ ദരിദ്രരായിട്ടുള്ള ആളുകളുണ്ടെന്നാണ്. അതെങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ 64,000 പേരായി ഇത് മാറിയത്? രണ്ടാമത്, ഗവൺമെൻറ് തന്നെ നിയമസഭയിൽ തന്ന മറുപടിയിൽ കേന്ദ്ര ഗവൺമെൻറ് ദരിദ്രരിൽ അതിദരിദ്രരെ തീരുമാനിക്കുന്നത് ആണ് AAY പദ്ധതിയുടെ പ്രകാരമുള്ള 5,95,000 കാർഡുകൾ ഇവിടെ വിതരണം ചെയ്യുന്നത്. ആ കാർഡുകൾ അനുസരിച്ച് 5,95,000 പേര് കേരളത്തിൽ ദരിദ്രരിൽ അതീവ ദരിദ്രരായിട്ടുള്ള ആളുകളാണ്. ഈ രണ്ട് കണക്ക് നിൽക്കുകയാണ്. CPMൻ്റെ കണക്ക് 4.5 ലക്ഷം പരമദരിദ്രർ. കേന്ദ്ര ഗവൺമെൻറ് ഒരുപാട് നടപടിക്രമങ്ങളിലൂടെ SAT-6 അതിലെത്തിച്ചേർന്നത് ഒരുപാട് നടപടിക്രമങ്ങളിലൂടെയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കണ്ടെത്തൽ 5,95,000 പേർ ദരിദ്രരിൽ അതീവ ദരിദ്രർ. അപ്പോൾ ഗവൺമെൻറ് ഒരു 64,000 പേർ. നേരത്തെ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 1.5 ലക്ഷം പേർ ആശ്രയ പദ്ധതി, അത് അഗതികളായിട്ടുള്ള ആളുകളാണ്, ആരോഗ്യമില്ലാത്ത ആളുകളാണ്. അതിൻ്റെ എണ്ണം കുറഞ്ഞു. മാത്രമല്ല, കേരളത്തിൽ പട്ടിക ആദിവാസി കുടുംബങ്ങൾ 1,16,000 കുടുംബങ്ങളുണ്ട്. അതിൽ 6,400 പേരെ ഇതിൻ്റെ അകത്ത് പെട്ടിട്ടുള്ളൂ. ബാക്കി എല്ലാവരെല്ലാം സമ്പന്നരായിട്ടുള്ള ആളുകളാണ്. ഇന്നത്തെ വാർത്ത എന്താ? തിരുവനന്തപുരത്ത് ഒരു സ്ത്രീ പട്ടിണി കൊണ്ട് മരിച്ചു എന്നാണ്. ഒറ്റയ്ക്ക് താമസിക്കുന്നവർ. അവർ അതീവ ദരിദ്രരുടെ കൂട്ടത്തിൽ പെട്ടില്ലേ ആ സ്ത്രീ? കണ്ടില്ല ഇന്നത്തെ പത്രവാർത്ത? ഇന്നത്തെ വാർത്ത അതാണ്. ഒരു പാവപ്പെട്ട വൃദ്ധയായ സ്ത്രീ കുറേ ദിവസം പട്ടിണി കിടന്ന് മരിച്ചു എന്നാണ്. പട്ടിണി കിടന്ന് ഒരു ഷെഡിൽ മരിച്ചു എന്നുള്ള വാർത്തയാണ് ഇന്ന് വന്നിരിക്കുന്ന വാർത്ത. അവർ അതീവ ദരിദ്രയല്ലേ? അവർ ഈ ലിസ്റ്റിൽ പെട്ടിട്ടില്ലേ? എത്രയോ. ഇതിൻ്റെ ഏറ്റവും വലിയ ദോഷമെന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്ന പദ്ധതികളിൽ നിന്ന് കേരളം പല പദ്ധതികളിൽ നിന്നും പുറത്താവും. ഈ പ്രഖ്യാപനങ്ങൾ കൊണ്ട് ദോഷകരമായി മാറും. ഇപ്പം കേന്ദ്രത്തിൻ്റെ മുന്നിൽ സംസ്ഥാനത്ത് ദരിദ്രരിൽ അതീവ ദരിദ്രരില്ലാത്ത സ്ഥിതിയാവോ? അപ്പോൾ എന്ത് പ്രഖ്യാപനമാണ്? തെരഞ്ഞെടുപ്പിൻ്റെ തലേയാഴ്ച ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ, ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടി നടത്തുന്ന PR പ്രൊപ്പഗാൻഡയാണ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഞങ്ങൾ അതിൻ്റെ പൊള്ളത്തരം മുഴുവൻ ജനങ്ങളോട് പ്രചരണം വഴി ജനങ്ങളെ ഞങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കും.